കേട്ടോ, നമ്മുടെ കുരിയോട്ടുമല ഡയറി ഫാമിലെ ആട്ടിൻകുട്ടികളാണ്. ഇതെല്ലാം വിൽപ്പനയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുക. കയറി വാ മക്കളെ, കണ്ടോടാ, കണ്ടോ ഈ ഇവിടെ മുഴുവൻ ഈ ആട്ടിൻകുഞ്ഞുങ്ങളെ കംപ്ലീറ്റ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുക. അവിടെ നിൽക്കേ, അവിടെ നിൽക്കാൻ. ആട്ടിൻകുട്ടികളെ വാങ്ങാം വെറും 250 രൂപയ്ക്ക്, അതും നമ്മുടെ സർക്കാർ മാതൃക ഡയറി ഫാമിൽ നിന്ന്, അല്ലേ സാറേ? അതെ, കിലോയ്ക്ക് 250, ഏകദേശം കിലോയ്ക്ക് 250 രൂപയാണ് ലൈവ് ആയിട്ട് വരുന്നത്. ഈ ആടിനൊക്കെ 350-400 രൂപയെ കൊടുക്കുമ്പോഴാണ് ഇവിടെ വെറും 250 രൂപയ്ക്ക് ഈ ആടുകളെയൊക്കെ കൊടുക്കുന്നത്. കണ്ടല്ലോ, ഞാൻ കുറേ ആട്ടിൻകുട്ടികളുടെ കൂടാണ്. ആട്ടിൻകുട്ടികളൊന്നും അല്ല കേട്ടോ, ഇത് ഏറ്റവും ഉയരം കുറഞ്ഞ ആടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ആട് പരിപാലനവും അതാണ് ഇന്ന് നമ്മുടെ ഒരു സബ്ജക്റ്റ്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കുരിയോട്ടുമല സർക്കാർ ഡയറി ഫാമിലെ സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് കുമാർ സാറാണ്. നമുക്ക് സാറിനെ സ്വാഗതം ചെയ്യാം. ശരിക്കും ഏറ്റവും ലാഭകരമായ ബിസിനസ്സാണ് ആട് വളർത്തൽ എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമുക്കിവിടെ ഒരു ആടിനെ വളർത്തിയാൽ എങ്ങനെ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റും? അത് ഒരുപക്ഷെ ഇപ്പോൾ ആടിൻ്റെ ആട്ടിൻകാഷ്ടം അത് ബിസിനസ്സാക്കാം, പിന്നെ അതിൻ്റെ പാല്, അതിനുശേഷം അതിനെ മാംസത്തിന് വേണ്ടി കൊടുക്കാം. അങ്ങനെ നമുക്ക് ബിസിനസ്സാവുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ ഡോക്ടറെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്താം. നമ്മുടെ കൊല്ലം ജില്ലയിലെ കുരിയോട്ടുമല മാതൃക ഡയറി ഫാമിലെ സൂപ്രണ്ടാണ് ഡോക്ടർ സുരേഷ് കുമാർ സാർ. നമുക്ക് ഈ ആട് പരിപാലനത്തെക്കുറിച്ചാണ് എനിക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ സാറൊന്ന് തീർത്തു തരണം. ശരിക്കും ഒരു ആട് കർഷകൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുകൂടി സാറിന് പറയണം. അപ്പം നമുക്കിവിടെ വന്നപ്പോൾ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കുറേ സംഭവങ്ങളുണ്ട്. ഏറ്റവും ഉയരം കുറഞ്ഞ കുറേ കുട്ടി ആടുകളെ കണ്ടു. വാ സാറേ കേട്ടോ. അതിന്റെ പേര് തന്നെ നമ്മൾ കനേഡിയൻ ഡ്വാർഫ് എന്നാണ്. കനേഡിയൻ കുള്ളൻ എന്നാണ് അതിന്റെ പേര് തന്നെ. വളരെ ആകർഷത്വം തോന്നുന്ന ഒരു ഇനമാണ്. എനിക്ക് തോന്നുന്നു ഒരു 30 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ ഹൈറ്റ് കാണുള്ളൂ. അത്യാവശ്യം പാല് ഉണ്ട്. പിന്നെ എപ്പോഴും ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. സാധാരണ ഒരു പ്രസവത്തിൽ ഒരു കുട്ടീനെ ഉണ്ടാവാറുള്ളൂ. അപ്പൊ പാല് നമുക്ക് അത്യാവശ്യം പാലും നമുക്ക് കിട്ടും. കുട്ടീനൊക്കെയുള്ള പാലും ഉണ്ടാവും. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ആവശ്യത്തിന് വളർത്താവുന്ന ഒരു നല്ല അലങ്കാര രീതിയിൽ വളർത്താവുന്ന ഇനമാണത്. നമ്മുടെ അടുത്ത് ഒരുപാട് ഇനങ്ങളുണ്ട്. അതിൽ ഏറ്റവും ചെറിയ വെറൈറ്റിയാണത് കനേഡിയൻ ഡ്വാർഫ്. ശരിക്കും കുള്ളനാട്, നമ്മുടെ ഈ വെച്ചൂർ കുള്ളൻ എന്ന് പറയുന്നത് കനേഡിയൻ ഡ്വാർഫ്. അപ്പൊ നമുക്ക് ഈ ഒരു ആടിനെ നമ്മൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് കൊടുക്കുന്നത്? നമുക്ക് ഇത്തരം ആടുകൾ കുറച്ച് ബീറ്റൽ, സിരോഹി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നമുക്ക് കേരളത്തിന്റെ ജനുസ് അല്ലാത്ത കുറച്ച് ഇനങ്ങൾ നമുക്കുണ്ട്. അതിൽ നമ്മൾ പ്രത്യേക റേറ്റ് തന്നെ സർക്കാരിൽ നിന്ന് ഫിക്സ് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിനെ തന്നെ ജനുസ് വെച്ചാൽ മലബാറിയാണ്. അപ്പം നമ്മളുടെ ഇവിടെ നമുക്ക് ഏകദേശം ഒരു 400 മുതൽ 500 വരെ ആടുകൾ നമുക്കുണ്ട്, ഈ ഫാമിലുണ്ട്. അതിൽ ഒരു 70-80% മലബാറിയാണ്. വളരെ ഒരു 10% മാത്രമേ നമുക്ക് ഇത്തരം ഈ കൗതുകത്തിന് വേണ്ടി വളർത്തുന്നതിലുള്ള ആടുകളുള്ളൂ. അത് നമുക്ക് വ്യത്യസ്ത വിലകളാണ്. 2 മാസമൊക്കെ ഇപ്പോൾ നമുക്ക് മലബാറി ആണെങ്കിൽ നമുക്ക് 2 മാസം പ്രായത്തിന് നമുക്ക് 2300, 2700 ആ റേറ്റിലാണ് കൊടുക്കുന്നത്. വെറും 2300 രൂപ. കേട്ടല്ലോ, 2300 രൂപയ്ക്ക്. എത്ര കിലോ വരെ വെയിറ്റ് വരും? 10-12 കിലോ നമുക്ക് പ്രായത്തിൽ വരും. 12 കിലോ, ഒരു 10 കിലോ കൂട്ടും. അങ്ങനെ ഒരു കിലോയ്ക്ക് എത്ര? ഒരു കിലോയ്ക്ക് 250 വെറും 250 രൂപയാവുന്നുള്ളൂ ഒരു കിലോയ്ക്ക് ആടിന്. അപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ 400-450 രൂപയ്ക്കൊക്കെ കിട്ടുന്ന സമയത്ത് നമ്മുടെ ഈ കുരിയോട്ടുമല ഡയറി ഫാമിൽ, മാതൃക ഡയറി ഫാമിൽ എത്തിയാൽ ഇവിടെ ആടുകളെ 2 മാസം പ്രായമുള്ള ആടുകളെ ഏതാണ്ട് നമുക്ക് 2300 രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കൊടുക്കും. ഏകദേശം തൂക്കമല്ല, ഈ പ്രായമാണ്. അതും ഒരുപാട് ലാഭമാണ്. പൊതുവിപണിയിൽ കിട്ടുന്നതിൽ നിന്നും ഏറ്റവും ലാഭകരമായ ആടിനെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഇടമാണ്. ഒരൊറ്റ ചെറിയ പ്രശ്നം മാത്രമേ നമുക്ക് കൂടെ ഉള്ളൂ. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 2-3 വർഷങ്ങളായിട്ട് നമ്മൾ പൊതുജനങ്ങൾക്ക് ഇത് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നില്ല. പകരം നമുക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സ്കീമുകളിലേക്ക് കൊടുക്കുമായിരുന്നു. ഇവിടെ തന്നെ കൊടുക്കുമായിരുന്നു. ജില്ലാ പഞ്ചായത്തിന്റെ സ്കീമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ പൊതുജനങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ്, ബുക്കിംഗ് ലിസ്റ്റ് ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ടുള്ള പെൻഡിങ് ആണ്. അപ്പൊ അത് ഇപ്പൊ നമ്മൾ ആ സ്കീമുകളൊക്കെ നിർത്തലാക്കി പൊതുജനങ്ങൾക്ക് ഇപ്പൊ വിതരണം ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം മുമ്പ് വരെയുള്ള ആടുകളെ ഇപ്പൊ നമ്മൾ ബുക്കിംഗ് നമ്മളിപ്പോ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഏകദേശം 1 വർഷത്തോളം ഉള്ള ബുക്കിംഗ് ഇപ്പോൾ നമുക്ക് കിടപ്പുണ്ട്. അപ്പോൾ എന്റെ മറ്റൊരു സംശയം, നമ്മൾ ഏറ്റവും ഉയരം കുറഞ്ഞ കുള്ളൻ ആടാണ്. അപ്പോൾ ഇതിന്റെ ഈ ഇറച്ചി നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ? പാലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്നതാണോ? അതിന്റെ ഔഷധഗുണം കൂടുതലുണ്ടോ? അല്ല, ഇതിന്റെ നമ്മൾ ശരിക്കും ഇതൊരു ഇറച്ചി ഉൽപാദനത്തിന് വേണ്ടി വളർത്തുന്ന ഒരു ഇനമല്ല. ഇതൊരു അലങ്കാര രീതിയിൽ വളർത്തുന്ന ഒരു കൗതുകം ജനിപ്പിക്കുന്ന ഒരു ഇനമായതുകൊണ്ട് നമുക്ക് ഇറച്ചി ഉൽപാദനം എന്നൊരു ലക്ഷ്യത്തിലല്ല ഇതിനെ വളർത്തുന്നത്. കാണാനുള്ള ഒരു കൗതുകം, കാണാനുള്ള ഒരു ഭംഗി, പിന്നെ ആടിനെ വളർത്തണമെന്ന് അതിയായ ആഗ്രഹമുള്ളവർക്ക് വീട്ടിൽ ഇണക്കി വളർത്താവുന്ന ഒരു ചെറിയ
ഭക്ഷണം അധികം വേണ്ട. അപ്പോൾ അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മൾ ഏത് ഭക്ഷണം കഴിച്ചോളൂ, ഏത് ഭക്ഷണം കഴിച്ചോളൂ. പിന്നെ പാലുൽപാദനം എന്ന് പറയുമ്പോൾ ഇതിന്റെ സാധാരണ ഒരു കുഞ്ഞാണ് ഇതിന് ഉണ്ടാവാറ്. അപ്പോൾ ആ ഒരു കുഞ്ഞിന് കൊടുത്ത പാല് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ പാല് നമുക്ക് ഉപയോഗത്തിനായിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം അത്ര തന്നെ പാലുൽപാദനത്തിനും വേണ്ടിയിട്ട് ഉദ്ദേശമല്ല ഇതിനെ വളർത്തുന്നത്. ഇവിടെ നമുക്ക് മറ്റ് ഏതൊക്കെ നമുക്ക് ഒരുപാട് ഉൽപാദനമുള്ള മലബാറി, ജമുനാപാരി, ബീറ്റിലൊക്കെ ഉൾപ്പെടെയുള്ള ഇനങ്ങൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലും മാംസോൽപാദനവും പാലുൽപാദനത്തിനൊക്കെ ഉചിതമായിട്ടുള്ള ഇനങ്ങൾ നമ്മുടെ അടുത്ത് വേറെ ഉണ്ട്. സാർ ഇവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളും തള്ളയൊക്കെ നിൽക്കുന്നില്ല സാറേ? അതെ, വാ. ഇത് നമ്മുടെ പ്രസവ വാർഡാണ്. ഓ, അത് ശരി. പ്രസവ വാർഡില് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ്. ശരിക്കും ഈ കുഞ്ഞുങ്ങളെയാണോ നമ്മൾ ഓടി? ഈ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വിൽപ്പന നടത്തുക. ഇപ്പോഴല്ല, നമുക്ക് ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്തുക. എന്തുകൊണ്ട് ഇവനെയൊക്കെയാണ് ഇടാൻ ഉടുപ്പ് കടിക്കാതെ അതെ ഇവനെയൊക്കെയാണ് ഇവിടെ വിൽപ്പന നടത്താൻ. നമുക്ക് ഈ കുഞ്ഞിനൊക്കെ എത്ര പ്രായമുള്ള കുഞ്ഞുങ്ങൾ? ഇപ്പൊ നമുക്ക് ഏകദേശം ഒരു മാസമൊക്കെ ആയ ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളാണ്. ഇതിനെ കൊടുക്കത്തില്ല. നമ്മൾ 2 മാസം 3 മാസമൊക്കെ ആകുമ്പോഴാണ് കുറേ കൂടെ വളർച്ചയും വലുപ്പമൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെ വിൽപ്പന നടത്തുക. പാല് കുടിക്കാന്ന് പറഞ്ഞാൽ പാല് കുടിക്കുന്ന ഒരു ടെൻഡൻസിൽ നിൽക്കുമല്ലേ? അപ്പോൾ എന്തായാലും അവിടെ ഇരുന്നില്ല, ഞങ്ങൾ കാര്യങ്ങൾ സംസാരിക്കട്ടെ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ പ്രസവ വാർഡിലാണ് നോക്ക് എന്തൊക്കെയോ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നോക്കി നിൽക്കുന്നത്. ഇത് നമ്മൾ ഇതിൽ നിന്നുള്ള പെണ്ണാടുകളെയും ആണാടുകളെയും സെലക്ട് ചെയ്ത് ആരോഗ്യമുള്ളവയെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ പുറത്ത് പൊതുജനങ്ങൾക്ക് വിൽപ്പന നടത്തും. ഇതെല്ലാം നമ്മൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. പാലാന്നും പറഞ്ഞുകൊണ്ട് എന്റെ കയ്യൊക്കെ ഇട്ട് ഉറിഞ്ചു കഷ്ടം, പാല് വരുന്നില്ല. സത്യം പറഞ്ഞ ഈ കുഞ്ഞാടുകളെ കാണുമ്പോഴേ നമുക്ക് സത്യം ശരിക്കും ആ ഒരു ഓമനത്വവും കണ്ട ചുമ്മാ എന്ത് രസം അറിയാം. അപ്പൊ നമ്മൾ ഇതിനൊക്കെയാണ് വിൽക്കാൻ ഒരു 2 മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്ക് വിൽപ്പനയ്ക്ക് സജ്ജമാവും. പോരുന്നോ എന്റെ കൂടെ? എടാ അയ്യോ പുറത്തു പോയി. ഇവിടെ പൊന്നു കയറിക്കാൻ 250 വേറെ 250 രൂപ കൊടുക്കുന്നു. കിലോയ്ക്ക് 250. അയ്യോ ഇതൊക്കെ ഇതിന്റെ പ്രത്യേകിച്ച് ഒറിജിനൽ മലബാറികളാണ്. നമ്മുടെ പരിശുദ്ധ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ടൈപ്പ് ഇനങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ നല്ല അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഈ 250 രൂപയ്ക്ക് ഭയങ്കര ലാഭമൊന്നുമില്ല. തീർച്ചയായും നമ്മൾ മുൻകൂട്ടി നമ്മൾ ഇതിന് ബുക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു വർഷത്തോളം ബുക്കിംഗ് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റാതെ കിടക്കുകയാണ്. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ കൂടുതൽ ഉത്പാദിപ്പിക്കുന്നുണ്ട്. പാരസ്റ്റോക്ക് കൂടുതൽ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് കണ്ടോ ഇതിനൊക്കെയാണ് ഈ ആടിനൊക്കെയാണ് വെറും 250 രൂപയ്ക്ക് 1 കിലോയ്ക്ക് കൊടുക്കുന്നത്. പുറത്തെ വിപണിയിൽ 450 രൂപ കിട്ടുമ്പോൾ നമ്മുടെ കുരുവട്ടുമല സർക്കാരിൻ്റെ ഡയറി ഫാമിലാണ് കിട്ടുന്നത്. 2 മാസം പ്രായമായ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് വെറും 2300 രൂപ ഈ ഒരാടിൻ്റെ വില. പക്ഷേ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, നമ്മളിതെല്ലാം മുൻകൂട്ടി ബുക്ക് ചെയ്യണം. മുൻകൂട്ടി ബുക്ക് ചെയ്ത ആളുകൾക്ക് മാത്രമാണ് ഇവിടെ നിന്ന് ആട്ടിൻ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഇവിടെ ഒരുപാട് വെറൈറ്റി ആടുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയോ? നമ്മുടെ ക്യാമറമാൻ്റെ അടുത്തേക്ക് പോയി. ഒരുപാട് വെറൈറ്റി ആടുകളുണ്ട്. നമുക്ക് അതിന്റെ എല്ലാ വിശേഷങ്ങൾ കൂടി ഒന്നറിയാം. സാറേ ഇത് ഏത് ഇനത്തിലാണോ സാറേ? ഇത് സിരോഹി എന്ന ഇനത്തിൽ. സിരോഹി അല്ലേ? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഇതിന്റെ അകിടുകൾ കണ്ടില്ലേ? നല്ല ഇത് രാജസ്ഥാനിൽ ഉള്ള ഇനാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രീഡാണ്. രാജസ്ഥാനാണ് ഇതിന്റെ ജന്മദേശം. ഓ അത് ശരി. ഇതിന്റെ പ്രത്യേകതകൾ ഇതിന്റെ ഈ കടുവയുടെ പുള്ളി പോലത്തെ കളറല്ലേ? ഇതിനെല്ലാം ഒരേപോലെ ഒരേ കളറായിരിക്കും. കളർ നോക്കില്ല, പുലിയുടെ കണക്കുള്ള പാണ്ടുകൾ കണ്ടില്ലേ? ഒരേ കളറാണ് ഉണ്ടാവുക. ഇത് മാംസത്തിനും അതുപോലെ പാലിനും അതല്ലേ? അതിന്റെ അകിട് കണ്ടില്ലേ? ഇതിനും ഇതും നമ്മൾ 1 കിലോ ഈ പറഞ്ഞ 2 കിലോ ഇല്ല. ഇതൊക്കെ കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് പൊതുവിപണിയിൽ ഇതിന്റെ ഈ ഒരു വലിയ ആടിനൊക്കെ 20,000, 30,000, 40,000 വരെ വില വരുന്നുണ്ട്. അത്രയും വില വരുന്നത് ഇത് ഇനത്തിന്റെ പ്രത്യേകതയാണ്. ഈ കളറും ആ ഒരു പുള്ളി പാറ്റേണും ഇത് പുതിയ നമ്മുടെ ഈ കാലാവസ്ഥയിലും ഇത് എന്ത് ഭക്ഷണം കൊടുക്കുന്നത്? ഇവിടെ നമ്മൾ ഇലയും പ്ലാവല, പുല്ല്, പിന്നെ ആടിന്റെ തീറ്റയുണ്ട്, കാലിത്തീറ്റ പോലത്തെ ആടിന്റെ പെല്ലറ്റ് തീറ്റയുണ്ട്. അതൊക്കെയാണ് ഇവിടെ ഭക്ഷണമായിട്ട് കൊടുക്കുന്നത്. ശരിക്കും നമ്മുടെ ഈ മാതൃക ഫാം എന്ന് പറയുമ്പോഴേ ഈ സാധാരണ നമ്മുടെ നാട്ടിൻപുറത്തെ ആട്ടിൻകൂടെ എന്ന് പറഞ്ഞാൽ ഈ കമുകിന്റെ വെച്ച് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ മുള കീറി വെച്ചതൊക്കെ, പക്ഷെ അതൊക്കെ മാറി ഇത് ഫുള്ള് ഫൈബറിന്റെ അല്ലയോ? സ്ലാറ്റ് സിസ്റ്റം എന്ന് പറയും. ഇതിന്റെ പേര് സ്ലാറ്റ് സിസ്റ്റം ആണ്. സ്ലാറ്റ് സിസ്റ്റം. ഇതിന്റെ കാഷ്ടം താഴേക്ക് പോകുന്ന രീതിയിലാണ് സജ്ജീകരിച്ചേക്കുന്നത്. മൂത്രം ഉൾപ്പെടെ താഴെ നമ്മൾ കളക്ട് ചെയ്തെടുത്താൽ മതി. പക്ഷെ അത് നല്ലൊരു സംവിധാനമാണ്. അപ്പോൾ ഇതാണ് ഈ മാതൃക ഡയറി ഫാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഒന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി. ഇത് പാൽ ഉൽപ്പാദനത്തിനും ഇറച്ചി ഉൽപ്പാദനത്തിനുമായിട്ട് വളർത്തുന്ന മീനാണ്. ഇതിന്റെ പെണ്ണാടുകൾക്ക് 50-60 കിലോ വരെ വെയിറ്റ് വരും.
ഓ അത് ശരി. ആണാടുകൾക്ക് അതിനേക്കാൾ കൂടുതൽ 70-90 കിലോ വരെ ആണാടിന് വെയിറ്റ് വരാറുണ്ട്. ഇപ്പൊ ഒരു പെണ്ണാടാണ്. പിന്നെ ഇതിനിപ്പോ നല്ല പാലുൽപാദനവും അതുപോലെ നല്ല ഇറച്ചി ഉൽപാദനവും. നമ്മൾ പെട്ടെന്ന് ഇണങ്ങിയൊക്കെ ചെയ്യുമോ? ഇണക്കത്തിന് ബുദ്ധിമുട്ടില്ല, നന്നായിട്ട് ഇണങ്ങുന്ന ഇനങ്ങളാണ്. ഈ ആടുകളെയൊക്കെ സാധാരണ ആടുകളെ നോക്കുന്നത് പോലെയുള്ള എല്ലാ പരിചരണവും തീർച്ചയായിട്ടും കൊടുത്താൽ മതി. മതി. ഇനി പ്രത്യേക പരിചരണമൊന്നും ആവശ്യമില്ല. പാല് കൂടുതലുള്ള ഇനങ്ങളായതുകൊണ്ട് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ ബാക്കി വരുന്ന പാല് നമ്മളൊന്ന് കറന്നെടുക്കാൻ ശ്രദ്ധിക്കണം. കറന്ന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ അകിട് കേടുവരുന്ന പ്രശ്നങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് അങ്ങനെ അസുഖങ്ങൾ പറയാറില്ല. എങ്കിലും മലബാറി പോലുള്ള നാടൻ ഇനങ്ങളുടെ അത്രയും പ്രതിരോധശേഷി ഇതിനില്ല. കാരണം ഇത് രാജസ്ഥാനിൽ മഴയില്ലാത്തൊരു പ്രദേശമുള്ള ഒരു ജനുസല്ലേ. അപ്പൊ അത് ഇവിടെ വരുമ്പോ അതിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വരേണ്ടതാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഭയങ്കര വ്യത്യാസമുള്ള സ്ഥലമാണ്. പക്ഷെ എന്നാലും അതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ കാണിച്ചിട്ടില്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ ശാസ്ത്രീയമായിട്ട് പരിപാലിക്കുന്നതുകൊണ്ടായിരിക്കും. ഇത് ജമുന പ്യാരി എന്നുള്ളതിന് അമ്മയാടുകളോ? അതെ, ഇത് കുട്ടികളുണ്ട്. ഇത് യുപിയിലുള്ള ഒരു ബ്രീഡാണ്. ഉത്തർപ്രദേശിലെ ബ്രീഡാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിപ്പം വെക്കുന്ന ആടുകളിൽ ഒന്ന് ഇതാണ്. ഓ അത് ശരി. ഇതും ജമുന പ്യാരിയാണ്. അതിന്റെ പ്രത്യേകത അതിന്റെ റോമൻ നോസ് എന്ന് പറയും. മൂക്ക് ഇങ്ങനെ മുകളിലേക്ക് തള്ളി നിൽക്കുന്നുണ്ടല്ലേ, കാണാൻ നല്ല അഴകുള്ള കൊമ്പ് വളഞ്ഞ്. അതെ, ഒരു കൊമ്പ് പിന്നെ ഫ്രണ്ടിലോട്ടും ഒന്ന് ബാക്കിലോട്ടും 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ ഉൽപ്പാദിപ്പിക്കാൻ കഴിവുള്ള ആടുകളാണ്. അതല്ലയോ? അത് ശരി. ഇതിന്റെ ഈ ബ്രീഡിംഗ് ഇതിന്റെ ഈ പ്രസവകാലം സാധാരണ 5.5 മാസം തന്നെ, സാധാരണ 150 ദിവസം തന്നെയാണ് ഇതിനും എല്ലാ ആടുകൾക്കും. ചെറുപ്പകാലം ആടുകൾക്കെല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ ഇതിന്റെ ഇനങ്ങൾക്ക് അനുസരിച്ച് ഇതിന്റെ കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടും കുറയൊക്കെ ചെയ്യും. അതായത് ഇപ്പോൾ മലബാറിയൊക്കെ മിക്കപ്പോഴും 2-3 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ഇനങ്ങൾക്കൊക്കെ ഒരു കുട്ടിയാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അത് മാത്രമാണ് ഇവരുടെ ഒരു പോരായ്മ. അപ്പോൾ ഇത് ഈ പെലറ്റ് ഇതൊക്കെ കൊടുത്താൽ ഇത് കഴിച്ചോളും. പുല്ലും അങ്ങനെ എന്തെങ്കിലും പുല്ലൊക്കെ എല്ലാം കൊടുക്കും. സമയമുണ്ട്, സമയകൃത്യമായിട്ടാണ് കൊടുക്കുന്നത്. അതിന് പ്രത്യേക അതായത് ഈ നമ്മൾ ഇവിടെ ഫുഡ് കൊടുക്കാനൊക്കെ കൊണ്ടുവരുമ്പോഴേ ആ പാത്രത്തിനകത്താണ് കയറി എന്നൊക്കെയാണ് കഴിക്കുന്നത്. അത് സമയത്തിനനുസരിച്ചുള്ളൊരു ഭക്ഷണക്രമമാണ്. അപ്പൊ ആ സമയമാകുമ്പോൾ കണ്ടീഷൻ ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ പ്ലാവല കൊടുക്കും. പ്ലാവലയും പുല്ലും മിക്സ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇതിന്റെ കുട്ടികൾക്കാണ് ഭയങ്കര ഡിമാൻഡ്. ഇതിനൊക്കെ മോഹവിലയാണ്. ജമുനപ്യാരിയൊക്കെ നല്ല ഒരു ജമുനപ്യാരിയുടെ അതേ പേരിനുള്ള സിനിമ ഉണ്ടല്ലോ, ആട് സിനിമ. ആട് 1 ഉം 2 അതൊക്കെ കാണിക്കുന്ന ഈ വലിയ ചെവി നീണ്ട ആടിനെ കാണിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുള്ള ആട്. ഈ അക്രമകാരിയൊന്നുമല്ലോ. ഇത് ആണും പെണ്ണും കുഴപ്പമൊന്നുമില്ല. അവര് നമ്മളിപ്പോ മിക്സ് ചെയ്തിട്ടല്ല ഇട്ടിരിക്കുന്നത്, മാറ്റിയാണ് ഇട്ടേക്കുന്നത്. എങ്കിലും ആക്രമണകാരികളല്ല. കുത്തും ഇടിയൊന്നും വളരെ സൈലന്റ് ആയിട്ട്. അതെ. പിന്നെ പുതിയതായിട്ട് ഒരു എണ്ണത്തിനെ കൊണ്ടുവരുമ്പോ ചിലപ്പോ ഒരു തമ്മിലടിയൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നല്ല പ്രശ്നമൊന്നുമില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അത് ഇണങ്ങി ചേരാറുണ്ട്. നമുക്ക് വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മലബാറി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു ഇനമാണ് ജമുനപ്യാരി. നന്നായിട്ട് പാലുൽപാദനമുണ്ട്, അതുപോലെ മാംസത്തിന്. സാധാരണ നമ്മുടെ വീട്ടിൽ തന്നെ ആയാലും ജമുനപ്യാരിയുടെ കുഞ്ഞിനെ വളർത്തിയാൽ അല്ലേ, നമുക്ക് 2 മാസമായ കുഞ്ഞിനെ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയി വളർത്തിയാൽ നമുക്കൊരു വർഷത്തിനകത്ത് നമുക്ക് പാലുൽപാദനം നടക്കത്തില്ല. ശരിക്കും ഇതിന് എത്ര വയസ്സ് മുതലായി ഗർഭം? നമുക്ക് സാധാരണ ഇതിനൊക്കെ ഒരു 7-8 മാസമൊക്കെ ആയിട്ട് ക്രോസ് ചെയ്താൽ മതി. സാധാരണ നമ്മൾ മലബാറിയൊക്കെ ഒരു 6 മാസം ആകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാം. അതിനൊരു 8-9 മാസം അതുവരെ വെയിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യുന്നതായിരിക്കും ഉചിതം. ഇപ്പം നമ്മൾ ഒരു 2 വയസ്സായ 2 മാസമായ ഒരു കുഞ്ഞിനെ നമ്മളോട് കൊണ്ടുപോകുന്നു. ഒരു കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. ഈ കുഞ്ഞിനെ ശരിക്കും അതിന്റെ എത്ര മാസമോ 6 മാസം മുതൽ നമുക്കൊരു ക്രോസിങ്ങിന്? അല്ല, 6 മാസം. നമ്മൾ 2 മാസമുള്ള കുഞ്ഞാണ് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ഒരു 9 മാസം 10 മാസം ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്തിട്ട് ക്രോസ് ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ആരോഗ്യം അതിന്റെ പ്രായം ഒരു 1-2 മതിചക്രമൊക്കെ വിട്ട് കടന്നിട്ട് പിന്നീട് ക്രോസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളും തള്ളയ്ക്കും ആരോഗ്യം വരാനൊക്കെ. അപ്പോൾ അതാണ് നമുക്ക് അറിയേണ്ടത്. ഒരു കുഞ്ഞ് ശരിക്കും ഈ 2 മാസമായ കുഞ്ഞിന് ശരിക്കും ഒരു ആടിനെ അതിന്റെ നല്ല ആരോഗ്യത്തോടു കൂടി ഗർഭം ധരിക്കാനുള്ള കാലാവധി 10 മാസം അല്ലേ ഈ ഇനങ്ങൾക്ക്. മലബാറികളൊക്കെയാണ് നമുക്ക് 6 മാസം 7 മാസം ആകുമ്പോൾ ക്രോസ് ചെയ്യാം. ഈ കൂടുതൽ വലിപ്പം വെക്കുന്ന ഇനങ്ങൾക്ക് നമ്മൾ കുറച്ചുകൂടെ കാലസമയം എടുത്താൽ കുറച്ചുകൂടെ തള്ളയ്ക്ക് കുറച്ചുകൂടെ ആരോഗ്യവും ഉണ്ടാവുന്ന കുഞ്ഞിന് കുറച്ചുകൂടെ പുഷ്ടിമൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ഈ അംഗവൈകല്യമൊന്നും ഇല്ലാത്ത സ്ട്രോങ് ആയ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഇത് തന്നെയാണ് ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അത് മാത്രമല്ല ഒരു 7-6 മാസത്തിന് ശേഷമല്ലേ ഈ ആൺകുഞ്ഞിനെയും പെണ്ണിനെയും പ്രത്യേകം തരംതിരിച്ച് മാറ്റി ഇട്ടോണം. പിന്നെ ഈ ആടുകളിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഇൻബ്രീഡിംഗ് എന്നൊരു സംഭവം. അതായത് ഒരേ
മാതാവിൻ്റെ തന്നെ കുട്ടികളെ ആണും പെണ്ണും തമ്മിൽ ക്രോസ് ചെയ്ത് വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു രീതിയാണ്. ആട് വളർത്തലിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ അതിന് സാധ്യത കൂടുതലാണ്. അതൊരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അതൊരു നല്ല ഇൻഫർമേഷൻ ആണ്. ഇൻബ്രീഡിംഗ് എന്ന് പറയും നമ്മൾ, അതായത് ഒരേ മാതാവിന്റെ അല്ലെങ്കിൽ ഒരേ പിതാവിന്റെ തന്നെ മക്കളെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അപ്പൊ അതിനൊക്കെ തന്നെ വ്യക്തമായിട്ടുള്ള നമ്മുടെ ഈ ബ്രീഡിംഗ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ വെച്ച് ഇത് ഏത് ആണിനെ കൊണ്ടാണ് ക്രോസ് ചെയ്ത് ഈ കുട്ടികൾ ഏതിൽ നിന്നും ഉത്പാദിപ്പിച്ചതൊക്കെ കണക്ക് കൃത്യമായിട്ട് വെച്ച് ആ ഒരു ഒരേ രക്തത്തിലുള്ള കുട്ടികളെ തമ്മിൽ ക്രോസ് ചെയ്യാതിരിക്കാൻ നമ്മൾ നോക്കണം. അതൊരു നല്ല ഒരു പരമാവധി അല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് ഡോക്ടർ ഉറപ്പായിട്ട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ക്ഷീരകർഷകർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രത്യേകിച്ച് ആട് ഫാമൊക്കെ നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് ഇതിൻ്റെ ഈ ഒരേ അച്ഛൻ്റെ അല്ലെങ്കിൽ ഒരേ രക്തത്തിൽ ഉള്ള ആണിനെയും പെണ്ണിനെയും ഇണചേരാൻ പരമാവധി സഹോദരന്മാരെ ചേർക്കാതിരിക്കുക. അപ്പം സാർ ഇത് നമ്മുടെ നല്ല കരുവാടി കുട്ടന്മാരാണ് രണ്ടെണ്ണം ഇവിടെ നിൽക്കുന്നത്. ഇത് ഏതിനത്തിൽപ്പെട്ട ഏടാ? ഇത് അട്ടപ്പാടി ബ്ലാക്ക് എന്ന് പറയും. അതായത് അട്ടപ്പാടിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു കേരളത്തിലെ തനതായ ജനുസാണ്. ഇതിന്റെ ഈ ഭംഗി കൊണ്ടും ഇതിന്റെ ഈ ഊർജ്ജസ്വലത കൊണ്ടും ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിന് ഇഷ്ടമാണ്. ഇത് മലബാറി, നമ്മുടെ പഴയ സ്വന്തം ആള് തന്നെ മലബാറി. സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിലേ ഇതിനെ കണ്ടൊരു ഭയങ്കര ഭീകരജീവിയെന്ന് തോന്നുന്നു അല്ലേ? കണ്ട ഒരു സാധുവായ. ഇതിന് ഈ ഭക്ഷണക്രമമൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ഒരു കുട്ടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇനത്തിന് ഞാൻ പറഞ്ഞല്ലോ മലബാറികൾക്ക് ഉണ്ടാവുന്ന പോലെ അത്രയും കുഞ്ഞുങ്ങളുടെ ഒരു ഉൽപാദനം ഈ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ നല്ല കറവ ഉള്ള ആടാണ്. അതുപോലെ ഇറച്ചിയും അത്യാവശ്യം നല്ല ഇറച്ചിയുള്ള ആടാണ്. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഏകദേശം എനിക്കൊന്നൊരു ഒരു വയസ്സിൽ താഴെ ആയിട്ടുള്ളൂ ഈ കുട്ടികൾ. ഇത് നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. യൂണിവേഴ്സിറ്റി ഫാമിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമുക്ക് ഈ ജനസ് ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ കൂടുതൽ ജനസുകളെ കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ജനസിനെ കൊണ്ടുവന്നതാണ്. സാർ ഇത് ഏത് ഇനത്തിൽപ്പെട്ട? ഇത് പർപ്പസാരി എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ? ഈ ആടിന്റെ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ ഒരു കേരളത്തിലെ ജനുസല്ല. ഇതും അതുപോലെ തന്നെ നമുക്ക് ഇറച്ചിക്കും പാലുൽപാദനത്തിനും വേണ്ടി വളർത്തുന്ന ആടാണ്. ഇത് ഒരു എത്ര ലിറ്റർ കിട്ടും നമുക്ക് പാല് ഇതിന്? ഇതിൽ നമുക്ക് 2 ലിറ്റർ വരെ കിട്ടിയ ആടുകളുണ്ട് ഇവിടെ. 2 ലിറ്റർ വരെ കിട്ടിയ ആടുകളുണ്ട്. ഇതെല്ലാം നല്ല ഉൽപാദന ശേഷിയുള്ള ആടുകളാണ്. ഇതിപ്പം ശരിക്കും ഈ ഗർഭിണിയായ ആട് ഇത് ഏകദേശം ഗർഭിണിയായ ആടാണല്ലേ? അതെ അതെ. എൻ്റെ ആ ഒരു ഗർഭാവസ്ഥ കാണുമ്പോൾ നടുഭാവമൊക്കെ താഴ്ന്ന് ഒന്ന് നട്ടലൊക്കെ ഒന്ന് താഴ്ത്തി വെച്ചേക്കുക. അതെ അതെ അതെ. എങ്ങനെയുണ്ട്? വളരെ ശാന്തമായ ആടുകളാണ്, നല്ല ഭംഗിയുള്ള ആടുകളാണ്. ഇപ്പോൾ ഇതിന് ഒരേ പാറ്റേൺ ആണ് കൂടുതൽ ഉണ്ടാവുക. നമുക്ക് ഒരേ പാറ്റേൺ നമുക്ക് കാണുമ്പോൾ തന്നെ അതേ ഒരേ ഇനത്തിലാണെന്നുള്ളത് അറിയാൻ പറ്റും. ഇതിന്റെ ഒരു പ്രത്യേകത ഇതിനും അതുപോലെ തന്നെ മാംസം നന്നായിട്ട് ശരീരത്തിൽ മാംസം വെക്കുന്ന ഒരു ബ്രീഡാണ്. ഇതിപ്പോ ഈ ഒരു പെണ്ണാടൊക്കെ ഇതിനൊക്കെ ഒരു 50-60 കിലോ, ഫീമെയിൽ ഒരു 50-60 കിലോ താലിപ്പ് ഉള്ളതാണ് ഇതും. അതുപോലെ തന്നെ ഇതിന്റെ കാര്യത്തിൽ മാംസം തന്നെ നല്ല ഉരുണ്ട ശരീരമല്ലേ, കൂടുതൽ മാംസത്തിനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇനമാണിത്. മാംസത്തിനും വേണ്ടി. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വൈവിധ്യം വൽക്കരണം നടത്തുന്ന രീതിയിലാണ് നമ്മൾ പല ഇനങ്ങളും ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഇത് നമ്മുടെ പഞ്ചാബിന്റെ ഇനമാണ്. പഞ്ചാബിൽ ഇനമാണ്. ബീറ്റിൽ എന്നാണ് അതിന്റെ പേര്. പഞ്ചാബൊക്കെ പറയണോ? ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ശരീരത്തിന്റെ ഭാരം തന്നെ കണ്ടില്ലേ, നല്ല ഹൈറ്റും നല്ല ഇതിന്റെ ചെവികൾ, നല്ല നീണ്ട ചെവികള്. പിന്നെ ഇതിന്റെ മുഖം കാണുമ്പോഴേ ഇല്ല അവതാരല്ലേ അതുപോലെ നല്ല ഇനമാണ്. നല്ല കറവയുള്ള ആടുകളാണ്. അതുപോലെ ഇറച്ചിക്കും പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പെണ്ണാടിന് ഇതുപോലെ 60-70 കിലോ, ഇവിടെ 90 കിലോ വരെയുള്ള മെയിലുണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇതിന്റെ ഈ ഒരു പ്രസവത്തിലെത്ത കുഞ്ഞുങ്ങളൊക്കെ കാണും. സാധാരണ ഒരു കുഞ്ഞുങ്ങൾക്ക് സാധാരണ കാണാറുള്ളൂ. നമ്മുടെ നാടൻ ആടൊക്കെ പ്രസവം ചിലപ്പോൾ നിന്ന്. മലബാറിയുടെ തന്നെ പ്രത്യേകത അതാണ്. 2-3 കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ടെന്ന് ആണ് മലബാറിക്ക്. പക്ഷെ മലബാറിക്ക് ഇതുപോലെ ഇറച്ചി ഉൽപ്പാദിപ്പിക്കുന്നില്ല. കറവയും ഇവർക്ക് കൂടുതലാണ്. ഇതാണ് ഇതിന്റെ മുഖം കണ്ടോ? ഇത് കറക്റ്റ് നോക്കുക. ആ അവതാറിന്റെ അതേ ആ സെയിം ലുക്ക്, മൂക്ക് ചപ്പിയ മൂക്കും. എനിക്ക് ഈ ആടിനെ കണ്ടിട്ടാണ് തോന്നുക ഡിസൈൻ ചെയ്ത് നോക്കടാ. ഇങ്ങനെ തന്നെ നമ്മളായിട്ട് നല്ലൊരു ഇണങ്ങിയൊക്കെ ചേരുമല്ലയോ? പിന്നെ ഒരു ശല്യമൊന്നുമില്ല. സാധാരണ ചില ആടൊക്കെ തൊടാൻ പോലും സമ്മതിക്കത്തില്ല. ഇതും ഈ പറയുന്ന ഇതിനൊരു പ്രസവകാലമൊക്കെ എങ്ങനെ സാധാരണ പോലെ തന്നെയാണോ? എല്ലാം സെയിം തന്നെ. പ്രസവത്തിലൊന്നും വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഇവർക്ക് കുറച്ചുകൂടെ വലിയ ഇനങ്ങളായതുകൊണ്ട് കുറച്ചുകൂടെ തീറ്റയൊക്കെ നമ്മൾ കൂടുതൽ ഭക്ഷണത്തിൽ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധ. അപ്പോൾ ഞങ്ങൾ വന്ന കാഴ്ച നിങ്ങൾ ഈ ആട്ടിന് പാല് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശരിക്കും എന്തിനാ ഇതിനെ പിടിച്ച് കൊടുക്കുക? തന്നെ കുടിക്കത്തില്ല പാല്?
തന്നെ കുടിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയതാണ്. ചില കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് കുടിക്കില്ല, അപ്പം നമ്മൾ അവർക്ക് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കും. അതുപോലെ ഇപ്പം ഞങ്ങൾ ഇന്ന് സപ്പോർട്ട് കൊടുത്ത് അങ്ങനെ കുടിച്ചു നോക്കുമ്പോഴാണ് ചില അമ്മമാർ കൊടുക്കില്ല, ചില കുട്ടികൾ ആ ആടിൻ്റെ കുടിക്കില്ല. അപ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്തത് ജസ്റ്റ് അവർ റാൻഡമായി പോയിട്ട് ഇങ്ങനെ ഓരോന്നിന് പോയി ജസ്റ്റ് ലിക്ക് ചെയ്യുന്നു, അതിൽ നിന്ന് സക്ക് ചെയ്യുന്നു, തെരഞ്ഞെടുക്കാണ്. അതാണ് തന്നെയാണ് അമ്മേനെ അവരുടെ അമ്മയുടെ അടുത്ത് പ്രസവത്തോട് തന്നെ അവർ ആ സ്മെല്ല് പിടിച്ചെടുക്കും മക്കളെ. അപ്പൊ പിന്നെ അവർക്ക് അറിയാം നമ്മൾ കൊടുത്താലും അവർ കുഞ്ഞല്ലാന്നാകുമ്പോ അവര് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കൂ. എല്ലാരും അല്ല, ചില ആളുകൾ സ്വാർത്ഥരാണ്. മണത്ത് നോക്കും, നമ്മളെ തന്നെ സത്യമായിട്ട് മണത്ത് നോക്കിയിട്ട് അവരെ കുഞ്ഞാണെങ്കിൽ മാത്രം കൊടുക്കും. കണ്ടോ, ഇവിടുത്തെ ഈ ഫാമിലെ മുഴുവൻ ഇതരത്തിൽ ആടിനെയും പശുവിനെയും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ നോക്കി വളർത്തുന്ന ഒരു മാതൃകയായ ഒരു സൂപ്രണ്ടാണ് നമുക്ക് ഈ ഫാമിൽ കിട്ടിയത്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്.